നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് സർവശക്തനായ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആരാധന കഴിഞ്ഞു എന്നൊരു മനോഭാവത്തോടെ നമ്മൾ ഇരിക്കരുത്. ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എത്ര പേര് ഈ ആരാധനയ്ക്ക് വന്നാലും ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നത് വ്യക്തിപരമായിട്ടാണ്, പേഴ്സണലാണ്. അടുത്തിരിക്കുന്ന ഒരാളെ സന്തോഷിക്കുന്നത് കണ്ടതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾക്ക് നമ്മളേതായിട്ട് ഒരു ദൈവസാന്നിധ്യം തിരിച്ചറിയണം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മളെ ടെൻഷനിലായിരുന്നു, ഭാരത്തിലായിരുന്നു, രോഗത്തിലായിരുന്നു. അതിൻ്റെ എല്ലാം നടുവിൽ റിലാക്സ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ഭാരം ഒഴിഞ്ഞ്, ബൈബിൾ ഭാഷ പറഞ്ഞ കൊട്ട വിട്ടൊഴിഞ്ഞ് എല്ലാത്തിനും മേലും ജയം പ്രാപിച്ചു വേണം ഇന്ന് പോകാനായിട്ട്. അടുത്ത ആഴ്ച നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ഒരു മുറക്കൽ വിടുതൽ നമുക്ക് ദൈവം തരണം, തരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ന് വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന അറിയിപ്പാനായിട്ട് ദൈവം എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറയാനുള്ള ശാരീരികമായ സൗഖ്യം എനിക്കില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കാം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ലു നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ടു കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ട് അകത്ത് കടന്നില്ലതാനും. അവൻ്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് നിങ്ങളുമായി ഇന്ന് രാവിലെ വായിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ പ്രയാണമുണ്ടായത്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആ സുപ്രഭാതത്തിൽ, ഉയർപ്പിൻ്റെ ഞായറാഴ്ച, എല്ലാവരും ഭയന്നും പേടിച്ചും പറച്ചുമിരിക്കുമ്പോൾ ചില സ്ത്രീകൾ ഭയമില്ലാതെ കല്ലറയിലേക്ക് ഓടി. എല്ലാവരും ഇറങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇറങ്ങി. എല്ലാവരും പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവുമായിട്ടുള്ള അടുത്ത സ്നേഹബന്ധം. യേശുവുമായിട്ടുള്ള അടുത്ത സ്നേഹബന്ധമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര നിലവാരത്തിൽ തടസ്സങ്ങളുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള ബലം ദൈവം നൽകിത്തരും. കർത്താവിനോട് അടുത്ത് വരാൻ നിനക്കൊരു ചെറിയ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനും നിനക്കും ഇടയിലുള്ള തടസ്സങ്ങളെ കർത്താവ് മാറ്റും. പുതിയ നിയമത്തിൽ രക്തസഭക്കാർത്തിയ സ്ത്രീയുടെ ചരിത്രം നമ്മൾ കേൾക്കുന്നുണ്ട്. 12 വർഷമായി അവൾ രക്തം മുഴുവൻ വാർന്നു പോയി രോഗിയായി തീർന്ന സഹോദരി യേശുവിൻ്റെ ഉടുപ്പിൻ്റെ തൊങ്ങലെ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായി. അവൾ സൗഖ്യമായതിനേക്കാൾ എനിക്ക് അത്ഭുതം അവളെങ്ങനെ യേശുവിൻ്റെ പുറകിൽ ചെന്ന് പെട്ടെന്നുള്ളതാണ്. തിക്കിത്തിരക്കിപ്പോന്ന ജനാവലിയുടെ നടുവിൽ 12 വർഷമായി ക്ഷീണിച്ചു നിന്ന ഈ സഹോദരി എങ്ങനെ ചെന്ന് പെട്ടു ആരും അറിയാതെ. ഒറ്റ ഉത്തരമേ ഉള്ളൂ,
യേശുവിനെ തൊടാൻ നിൻ്റെ അകത്തൊരാഗ്രഹമുണ്ടെങ്കിൽ യേശുവിനും ഇടയിലും നിൻ്റെ അടുത്ത് ഉള്ള ആ തടസ്സം അകലങ്ങളെ മാറ്റി അടുപ്പിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. തടസ്സങ്ങളെല്ലാം മാറ്റാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ചെറിയൊരാഗ്രഹം മതി നിൻ്റെ അകത്ത്. സക്കായിക്കൊരു ചെറിയ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ യേശുവിനെ കാണാൻ. കാട്ടത്തിയിൽ അവൻ കയറി പാത്തിരിക്കുമ്പോൾ അവൻ ഏത് അത്തിയിൽ കയറിയിരുന്നോ അതിൻ്റെ ചുവട്ടിൽ യേശു വന്ന് നിന്നിട്ട് ആരും പറയാതെ വേപ്പോട്ട് നോക്കി പറയുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. ഇന്ന് പകലാരോടൊക്കെ ദൈവം സംസാരിക്കുന്നു. ആരോഗ്യമുണ്ടായിട്ടല്ല, ബലമുണ്ടായിട്ടല്ല, ശക്തി ഉണ്ടായിട്ടല്ല, നീ വലിഞ്ഞ അവിടെ വന്നത്. മനസ്സ് പറഞ്ഞ് നീ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞതാ, നീ വലിഞ്ഞു കയറി വന്നതാ ഇന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, അവനെ കണ്ടിട്ടേ അവൻ നിന്നെ മടക്കി അയക്കത്തുള്ളൂ. നിന്നെ തൊട്ടിട്ടേ അവൻ മടക്കി അയക്കത്തുള്ളൂ. നീ സൗഖ്യമായിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. കൈയടിച്ചുറക്കൊരു സ്തോത്രം പറ. ഇന്ന് വെറുതെ പോകത്തില്ല. ഒരത്ഭുതം ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഈ വേദഭാഗങ്ങൾ നമ്മളൊന്ന് ശരിക്കും പഠിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും. 4 സുവിശേഷങ്ങളിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും എന്ന് ഒരു ഭാഗത്ത് കാണുകയാണ്. മറ്റേ മറിയ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ അമ്മ മറിയയുടെ കാര്യമാണ്. മർക്കോസ് 16 ഇവരുടെ കൂടെ ശലോമിയും ഉണ്ടായിരുന്നു എന്ന് കാണുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നായുടെ കാര്യവും പറയുന്നുണ്ട്. ഇവർ 4 പേര് കൂടിയാണ് പോയത്. അപ്പം ഇവരൊരു ടീമായിരുന്നു. ഏത് പ്രതിസന്ധി വരുമ്പോഴും ഒരുമിച്ച് കൂടുന്നവരായിരുന്നു. നുണ പറയുന്നവരെ കൂട്ടുപിടിക്കല്ലേ, നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, നിന്നെ കൊണ്ട് മറിയും. ആത്മീകരെ കൊണ്ട് നീ കൂട്ടുപിടിച്ചാൽ ഏത് അർദ്ധരാത്രി കൂടെ വരാൻ കഴിയുന്നവരാണ് അവർ. ഇതിൻ്റെ ലീഡർ മറിയായിരുന്നു. മറിയ പറഞ്ഞാൽ ചാടി ഇറങ്ങി വരാൻ കഴിവുള്ള 2-3 സഹോദരിമാർ. ഏത് ആപത്തിലും ഏത് അനർത്ഥത്തിലും ആമേൻ പറഞ്ഞാൽ ഇറങ്ങി വരാൻ തയ്യാറുള്ള ഒരു ടീമാണ് ഇവർ 4 പേര്. മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, ശലോമി, ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നായും. എനിക്ക് അവരിൽ 2 പേരെ കാര്യത്തിൽ വലിയ അത്ഭുതമുണ്ട്. ഒന്ന്, ഹെരോദാവിൻ്റെ കാര്യവിചാരകൻ്റെ ഭാര്യയാണ്. ഹെരോദാവാണ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും യേശുവിനെ ആമേൻ പ്രതിസ്ഥാനത്ത് നിർത്തി ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഹെരോദാവ്. ഹെരോദാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സഹോദരിയുടെ ഭർത്താവ്. പക്ഷേ അവൾ യേശുവിൻ്റെ സൈഡാണ്. ഭർത്താവ് അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡിലുമാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ യേശുവിൻ്റെ ആ ശുശ്രൂഷ അനുഭവിച്ചവളാണ്. ഏത് സൈഡാ എന്നുള്ളതല്ല വിഷയം, നീ ദൈവത്തിൽ പ്രാപിച്ച കൃപയാണ് ഏറ്റവും വലുത്. അവൾ വിചാരിച്ചു എന്നാ പ്രശ്നമാണെങ്കിലും ഈ മനുഷ്യരിൽ പാപമില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട്, വിശുദ്ധനായൊരു മനുഷ്യനായതുകൊണ്ട്, ലോകരക്ഷകനായതുകൊണ്ട് ഈ സൈഡിൽ നിൽക്കാം എന്ന് അവൾ ചിന്തിക്കുകയും അവൾ അങ്ങനെ നിൽക്കുകയും ചെയ്തു. മറ്റേ മഗ്ദലക്കാരത്തി മറിയയാണ്. മഗ്ദലക്കാരത്തി മറിയ 7 ഭൂതങ്ങളെ ബാധിച്ചവളായിരുന്നു. ആരും നോക്കിയാലും അവളെ വിടുവിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവളുടെ ശരീരത്തിൽ പ്രൊസസ് ചെയ്തിരുന്ന, അവളുടെ ശരീരത്തിൽ ആമേൻ ബന്ധിച്ചു വെച്ചിരുന്ന ഒരു അന്ധകാര കെട്ടുണ്ട്. മരുന്ന് കഴിച്ചാലും ഡോക്ടറെ കണ്ടാലും
സഡേഷൻ ചെയ്താലും കറണ്ട് അടുപ്പിച്ചാലും മാറാത്ത ഒരു ബാധയാണ് ഭൂതത്തിൻ്റെ ബാധ. പക്ഷേ സാക്ഷാ രക്ഷകനായ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൾക്ക് പൂർണ്ണ സൗഖ്യമുണ്ടായി. ആരെ കൊണ്ടും നടക്കാത്ത കാര്യം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് ഉറക്കൊരു സ്തോത്രം പറഞ്ഞു. ഇന്ന് പകൽ ഏത് വലിയ ബാധയാണെങ്കിലും നിന്നെ വിടിയിപ്പാൻ ദൈവത്തിന് കഴിയും. ഇനി കുറച്ചുകൂടെ ശബ്ദം വരുത്തിയ പറയുന്ന ആഗ്രഹമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർമാനമായ ശുശ്രൂഷയിൽ ശരീരത്തിന് അല്പം ക്ഷീണമായി ശാന്തമായി പറയുന്നേ ഉള്ളൂ. നിങ്ങൾ സ്തോത്രവും സ്തുതിയും ഒന്നും കുറയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ബാധ, ബൈബിളിലൊരു ഭാഷയുണ്ട്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകും എന്ന് പറഞ്ഞേ, ശക്തിയോടെന്ന് പറഞ്ഞേ. ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് പോരാടുന്ന ബാധകൾ, സ്തോത്രം 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 സ്തോത്രം, ചില തലമുറയിൽ വ്യാപരിക്കുന്ന ബാധകൾ, രക്തം ക്ഷയം, തലമുറകളായി വ്യാപരിക്കുന്ന ചില ബാധകൾ, നീ പോലും അറിയാതെ ഇന്നത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് അത് റിസീവ് ചെയ്യുന്ന ദൈവമക്കൾ, പാസ്റ്റർമാരല്ല ചെയ്യുന്ന, ദൈവമാണ് ചെയ്യുന്നത്. 7 ഭൂതം ബാധിച്ച മറിയെ വെടിയിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നാളുകളായി വ്യാപരിക്കുന്ന ചില പൈശാചിക മേഖലകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് അഴിഞ്ഞു മാറി നിനക്ക് വേണ്ടി ഒരു വിടുതൽ എൻ്റെ ദൈവം കൽപ്പിക്കുകയാണ്. കൈകൾ അടിച്ച് ഉറക്കൊരു സ്തോത്രം പറഞ്ഞു. നമ്മൾ ഉത്സവം ആഘോഷിക്കാൻ വന്നവരാണ്. ബാധ ഒഴിപ്പിക്കുന്നവരുണ്ട്. അത് ഒഴിപ്പിക്കണ്ട. ദൈവസാന്നിധ്യത്തിലിരിക്കുമ്പോൾ തന്നെ ഒഴിഞ്ഞു പൊക്കോളും. മുടിക്കുത്തിന് പിടിച്ച് വലിക്കണ്ട, ചൂരവടിക്ക് അടിക്കണ്ട, നാക്ക് പിഴുത് മാറ്റണ്ട, പൂ നാട്ടണ്ട. നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ബാധകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂതായി പറയുകയാണ്. നിന്റെ കുടുംബത്തെ കുപ്പക്കുന്നാക്കി മാറ്റാൻ, നഷ്ടങ്ങൾ വരുത്തി, അപമാനം വരുത്തി, അപായപ്പെടുത്തി, പരസ്യകോലമാക്കാൻ നാളുകളായി വ്യാപരിച്ചു നിൽക്കുന്ന ചില പൈശാചിക മേഖലകൾ ഇന്നത്തെ ആരാധന നടുവിൽ ഏത് രാജ്യത്ത് എവിടെ ഇരുന്നാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ആ ഇരുട്ടുമുറിക്കകത്ത് വെളിപ്പെടുകയും നീ റിലീസാകും. രക്തം 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 രക്തം. നമ്മൾ നോക്കിയാൽ നടക്കുന്ന കാര്യമുണ്ട്, നമ്മൾ നോക്കിയാൽ നടക്കാത്ത കാര്യമുണ്ട്. പണം മുടക്കിയാൽ നടക്കുന്ന കാര്യമുണ്ട്, പണം മുടക്കിയാൽ നടക്കാത്ത കാര്യമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും നടത്തി തരുന്ന ഒരു ദൈവസ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിലുള്ള ആശ്രയം ഇന്ന് പകൽ നമ്മൾ വ്യാപരിക്കണം. ക്ഷണത്തിൽ ഇന്ന് പകൽക്കാലം ചിലർക്ക് വിടുതലുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവർ പോകുന്ന സമയത്തെക്കുറിച്ച് വിവിധ ലേഖനങ്ങൾ, വിവിധ സുവിശേഷങ്ങളിൽ വിവിധ നിലകളിലാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 28:1 നേരം വെളുക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 15:16 അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്.
ലൂക്കോസ് 24:1 അതികാലത്തെ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. യോഹന്നാൻ 20:1 ഇരുട്ടുള്ളപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. 4 എഴുത്തുകാരും 4 നിരയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ ഇറങ്ങിയ സമയം. നേരം വിളക്കുമ്പോൾ, അതികാലത്തെ സൂര്യൻ ഉദിച്ചപ്പോൾ, അതികാലത്തെ ഇരുട്ടുള്ളപ്പോൾ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ഇറങ്ങിയപ്പോൾ ഇരുട്ടുള്ളപ്പോഴാണ്, പക്ഷേ ഇവരുടെ ചെന്നപ്പോൾ നേരം വെളുത്തിരുന്നു. നീ ഇരുട്ടിൻ്റെ നടുവിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് വെച്ചാൽ അല്പം കഴിയുമ്പോൾ പ്രകാശം പരക്കുമെന്ന് ഓർത്തോണം. ഇന്ന് ഇരുട്ടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചോ, ഒരു പ്രകാശം വരുന്ന നീ കാണാൻ പോകുകയാണ്. നിന്റെ വീട് അന്ധകാരമല്ല ആൻറ്റി, അങ്കിളെ, നിന്റെ വീട് അന്ധകാരമല്ല. ഇന്നത്തെ ആരാധനയിൽ ആമേൻ നീതി സൂര്യൻ്റെ പ്രകാശം നിന്റെ പെരയ്ക്കകത്തേക്ക് ഇറച്ചു കയറുകയാണ്. കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോണം. ഇന്ന് മകൾ നിന്റെ പെരയ്ക്കകത്തേക്ക് നീതി സൂര്യൻ്റെ ആമേ കിരണങ്ങളെ ഇറച്ചു കയറുകയാണ്. കഴിഞ്ഞ ദീർഘവർഷക്കാലത്തെ ആത്മീയ അനുഭവങ്ങളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരും കയറാത്ത വീടുകൾ, അവിടെ കയറല്ലേ എന്ന് പറഞ്ഞ വീടുകൾ, ഒരു ശപിക്കപ്പെട്ട വീടാന്ന് പറഞ്ഞ വീടുകൾ, ബന്ധനമുള്ള വീടാ എന്ന് പറഞ്ഞ വീടുകൾ, ആ വീട്ടിൽ ചെന്നാൽ നിനക്കൂടെ ബന്ധനം അടിക്കുമെന്ന് പറഞ്ഞ വീടുകൾ, ആമേൻ വീടിന് ചുറ്റും ആമേൻ മനുഷ്യരെ കെട്ടിയ കാണാൻ കഴിയാത്ത ചില വേലികളുള്ള വീടുകൾ, ആമേൻ ആ വീടുകൾക്കകത്ത് പാർക്കുന്നവർ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ, അവർ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചപ്പോൾ, ആരെല്ലാം നിന്ദിച്ചോ, ആരെല്ലാം അപമാനിച്ചോ, ആരെല്ലാം പരിഹസിച്ചോ, അവരെ കണ്ണിൻ്റെ മുമ്പിൽ അവരൊരു കാഴ്ച കണ്ടു. ഇരുട്ടുള്ള വീട്ടിലേക്ക് ഒരു പ്രകാശം വന്നു കയറുന്നു. ഇരുട്ടുള്ള വീട്ടിലേക്ക് യേശു നടന്നു കയറുന്നു. ആ വീടിൻ്റെ അഡ്രസ്സ് മാറുന്നു, കെട്ടുകൾ പൊട്ടുന്നു. ഇന്ന് നീ ഇവിടെ വന്നത് അങ്ങനെ വന്നതാണ്. നമ്മളെല്ലാവരും അങ്ങനെ വന്നവരാ. ഇന്നൊരു ജയം തന്നതോർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഉറക്ക ദൈവമക്കൾ സ്തോത്രം പറയണം. കൈ അടിച്ച് പറയാമെങ്കിൽ കൈ അടിച്ച് പറയണം. ദൈവത്തെ യഥാർത്ഥമായി സേവിച്ച ഏത് വീടും മുടിഞ്ഞു പോയിട്ടുള്ളൂ. കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഏത് വീട് തകർന്നു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തേ, നിങ്ങളുടെ കാര്യം തന്നെയെന്ന് ഓർത്തേ. എത്ര ഗതികേടില്ല നമ്മൾ ഇറങ്ങി തിരിച്ച്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ജയത്തിൻ്റെ കൊടിയാണ് നമുക്ക് ഉയർത്താൻ പറ്റുന്നത്. നീ തീർന്നെന്ന് എത്രയോ പേര് പറഞ്ഞതാ. പറഞ്ഞവരിന്ന് അവിടെ ഇല്ല. അവർ നാട് വിട്ടുപോയി. നിന്നെ കളിയാക്കിയവരിന്ന് അവിടെ ഇല്ല. നിന്നെ അപമാനിച്ചവർ അവിടെ ഇല്ല. നീ അതുവഴി പോയി അവരെ കണ്ടില്ല, അവർ അഡ്രസ് ഇല്ല. നീ ഇന്നും ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ആ തുറന്നാൽ മതി. വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വെച്ചാൽ തീരുമാനിക്കും. കടം കയറി നാട് വിട്ടു പോകണമെന്ന് വിചാരിച്ചൊരു ഭവനമാണ് ഞങ്ങളുടെ ഭവനം. അന്ന് 65 വർഷത്തിന് മുമ്പ് പെന്തിക്കോസ്തിലോട്ട് ഇറങ്ങിയ ആളുകൾ ഞങ്ങളുടെ വീടുകളിൽ വന്ന് താമസിക്കുകയും അവരെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്ത് ദേവദാസന്മാരെല്ലാം വന്ന് ഒത്തിരി കടമായിപ്പോയി, ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി.
അന്നത്തെ കാലത്ത് എൻ്റെ പിതാവിൻ്റെ പിതാവ് മാണീച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പിതാവിൽ നിന്ന് അന്നത്തെ കാലത്ത് 750 രൂപ കടം മേടിച്ചു. അന്നത്തെ കാലത്ത് 750 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആമേൻ 1 കോടി രൂപയുടെ വിലയാണ്. അത്ര വിലയുള്ളൊരു കാലഘട്ടം. കടം കൊടുത്ത ആളെ പൈസ മേടിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ച മുട്ടുകുത്തി രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ ആണ് അപ്പച്ചൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതുവരെയും ഈ മനുഷ്യൻ വെളിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുക. കാരണം ഇത് ചോദിച്ചിട്ട് വേണം പോകാൻ. പക്ഷേ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വേണ്ടേ ചോദിക്കാൻ. ഇറങ്ങി ഇങ്ങോട്ട് വന്നതുകൊണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നതുകൊണ്ട് ദേഷ്യപ്പെട്ട് ഈ മനുഷ്യൻ പറയാ, മാണിയച്ച ഒരു കാര്യം പറഞ്ഞേക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ പൈസയുടെ പലിശ കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. അതപ്പച്ചൻ്റെ ഭയങ്കര അപമാനമായിപ്പോയി. അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യം ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള 2.5 ഏക്കർ പുരയിടം എഴുതി വിറ്റ് കടം വെട്ടി. എല്ലാവരും പറഞ്ഞ് ബന്ധുക്കോസിൽ പോയത് കൊണ്ട് തകർന്നു പോയി, തീർന്നു പോയി, ഇനിയും രക്ഷയില്ല. പക്ഷേ അന്നത്തെ ദരിദ്രാവസ്ഥയിലും പിടിച്ചു നിന്നു. പലർക്കും പഴയ കാര്യങ്ങൾ പറയുന്നതിന് ഭയങ്കര മടിയാണ്. ഞങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നോ വിചാരിക്കുമെന്ന പല ചിന്ത. ആളുകളൊന്നും വിചാരിക്കാനില്ല, വിചാരിച്ചാലൊരു കുഴപ്പമില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നിന്നെ നടത്തിയ വടികൾ പറയുന്നതാണ്. യാക്കോബ് പറഞ്ഞു, ഞാനൊരു വടിയുമായി പുറപ്പെട്ടു, ഇപ്പോഴും 2 വലിയ കൂട്ടമായി തീർന്നു. ഒരു വടിയുമായി പുറപ്പെട്ട നീയെ ഇന്ന് 2 വലിയ കൂട്ടമായി തീർന്നു. ഒരു വിദ്യാഭ്യാസമില്ലാത്ത നീയെ, ഒരു വിവരമില്ലാത്ത നിന്നെ വിദേശത്തേക്ക് അയച്ച് ദൈവം നിനക്ക് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നീ സ്തോത്രം പറയണം. ഒരു കാര്യം ഞാൻ പറയാം, ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊരു ജോലിയല്ല ദൈവം നിനക്ക് തന്നത്. ക്വാളിഫിക്കേഷൻ ഉള്ള പലരും ഇന്ന് വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ നീ നിന്റെ തലമുറയും വാങ്ങുന്ന പൈസ, അനുഭവിക്കുന്ന നന്മ ക്വാളിഫിക്കേഷൻ്റെ അപ്പുറത്തായി ദൈവം കരുതിയതാണെന്ന് ഉറക്കെ പറയാൻ താല്പര്യമുള്ളവർ ഇന്ന് മകൾ ഉറക്കെ സ്തോത്രം പറഞ്ഞോണം. നീ അനുഭവിക്കുന്ന എല്ലാ നന്മയും ദൈവത്തിന് കൃപയാ. സ്തോത്രം. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവിൽ കാണുന്നു, ഇത് നിങ്ങളെ സ്തോത്രം വരപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ചില കുടുംബങ്ങൾക്കകത്ത് നാളുകളായി വാണുകൊണ്ടിരിക്കുന്ന ചില അന്ധകാര മേഖലകൾ ഈ ദൂതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണ്ട. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കാറ്റടിക്കുമ്പോൾ പുക പതറിപ്പോകുന്നത് പോലെ, വെയിൽ ഉറയ്ക്കുമ്പോൾ മഞ്ഞ് ഉരുകി മാറുന്നത് പോലെ, തീ കത്തുമ്പോൾ മെഴുക് ഉരുകി മാറുന്ന പോലെ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നിന്നെ ബന്ധിച്ചൊതുക്കുന്ന ചില അന്ധകാര മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറി നിന്റെ മേലൊരു ദൈവ ശക്തിയുടെ പുതപ്പ് ദൈവം ഇടുക. എവരെ കയ്യിൽ യേശുവിനെ പൂശാനുള്ള സ്തോത്രം സുഗന്ധവർഗമുണ്ടായിരുന്നു. ഉയർത്തെന്നേറ്റ യേശുവിനെ കാണാനല്ല ഇവർ പോകുന്നത്, ശവശരീരം കാണാനും ആ ശവം എടുത്തുകൊണ്ട് പോകാനുമാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലിയ അത്ഭുതമുണ്ടായൊരു കാര്യം, യേശുവിൻ്റെ കൂടെ എപ്പോഴും റെഡിയായിട്ട് നടന്ന 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ ഒറ്റ കുഞ്ഞുങ്ങൾ ഈ രാവിലെ വന്നില്ല. എമർജൻസി വരുമ്പോൾ വിളിക്കുന്ന 3 പേരുണ്ട്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അതിൻ്റെ ഔട്ടർ ലെയറിൽ രണ്ടാമത്തെ ഒരു ശിഷ്യന്മാർ നിരയുണ്ട്, ബാക്കി 9 പേർ. മൂന്നാമത്തെ ലെയറിൽ ബൈബിൾ പറയുന്നു 70 പേരുടെ വേറൊരു സംഖ്യയുണ്ട്. നാലാമത്തെ ലെയറിൽ നമ്മൾ ബൈബിളിൽ കാണുന്നു 500-ലധികം ശിഷ്യന്മാർ. പിന്നെ നമ്മൾ കാണുന്നു അപ്പം തിന്ന 5000 പേരും. അങ്ങനെ അങ്ങോട്ട് കിടക്കുക, സൗഖ്യമായവരെല്ലാം കിടക്കുക. പക്ഷേ ഈ രാത്രിയിൽ ഒറ്റ കുഞ്ഞ് വന്നില്ല, ഒറ്റ മനുഷ്യൻ വന്നില്ല.
കർത്താവ് പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർക്കുമെന്ന് പല പ്രാവശ്യം പറഞ്ഞതാ, അവരെ പഠിപ്പിച്ചതാ. നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളമെന്ന് ചോദിച്ചപ്പോൾ ഇരുത്തി ലോകാവസാനത്തിൻ്റെ അമ്മൻ മുഴുവൻ വിവരങ്ങളും പഠിപ്പിച്ചതാ. ഈ മന്ദിരം പൊളിപ്പീൻ, അത് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് യേശു പറഞ്ഞതാ. പക്ഷേ ഇതൊക്കെ കേട്ടതല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, മറിയയുടെ ജീവിതത്തിലെ മണ്ഡലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ മണ്ഡലം ഒരു രോഗിയായ മണ്ഡലമാണ്. രണ്ടാമത് വായിക്കുന്ന ഞാൻ വായിപ്പിക്കാൻ സമയമെടുക്കുന്നില്ല. അവളും ഈ ടീമും യേശുവിൻ്റെ ശുശ്രൂഷയിൽ കൂടെ നടന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ലൂക്കോസ് 8:1-3 വരെയുള്ള വാക്യങ്ങൾ അവരെ കൂടെ നടന്ന് ശുശ്രൂഷിച്ചതായി കാണാൻ കഴിയുകയാണ്. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഇവർ ദൂരെ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇവർക്ക് അടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ദൂരെ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പടിയൂടെ കടന്ന് യേശുവിനെ എടുത്തുകൊണ്ട് പോകാനുള്ള ആവേശമായി വന്നിരിക്കുകയാണ്. 2 കാര്യം ഇതിനകത്ത് മനസ്സിലാക്കണം. ഒരു കഷ്ടത ഉണ്ടാകുമ്പോൾ സ്നേഹിച്ചവരാരും കൂടെ കാണത്തില്ല, അവരെല്ലാം മാറിക്കളയും, അവരെല്ലാം കൈവിടും. നമ്മൾ പറയും, വിചാരിക്കുകയോ എന്താ അവരങ്ങനെ ചെയ്തേ, അവരെന്താ അങ്ങനെ കാണിച്ചത്. ഓർക്കുക, അതിൻ്റെ എല്ലാം അപ്പുറത്തായിട്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിനക്കൊരാവശ്യം വരുമ്പോൾ പ്രതീക്ഷിക്കുന്നവരല്ല നിന്നെ സഹായിക്കുന്നത്, പ്രതീക്ഷിക്കാത്തവരാണ്. പ്രതീക്ഷിക്കാത്തവരെ ഒരുക്കി എന്നെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്ന് ആമേൻ അനുഭവമുള്ള ദൈവമക്കൾ മാത്രം, പ്രതീക്ഷിക്കാത്തവർ വന്ന് എന്നെ സഹായിച്ചെന്ന് അനുഭവമുള്ളവർ മാത്രം കരങ്ങളൊന്ന് അടിച്ചൊരു സ്തോത്രം പറഞ്ഞു. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബലഹീനരാണ് സ്ത്രീകൾ. ഹെരോദാവിൻ്റെ പീലാത്തോസിൻ്റെ പട്ടാളക്കാർ റോന്ത് ചുറ്റുന്നുണ്ട്. അതിന് നടുവിൽ കൂടെയാണ് ഇരുട്ടുള്ളപ്പോൾ ഇവർ പോകുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, യേശുവിനെ എടുത്തുകൊണ്ട് പോകണം. പക്ഷെ ഒരു തടസ്സമുണ്ട്. കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. അവർ രാവിലെ ഓടിക്കൊണ്ട് കല്ലറയിലേക്ക് പോകുമ്പോൾ അവർ കൂടെ കൂടെ പറയുന്നൊരു വാക്കുണ്ട്, കല്ല് ആരെ ഉരുട്ടി മാറ്റും, കല്ല് ആരെ ഉരുട്ടി മാറ്റും. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ 1-ാമത്തെ ഭാഗം, കല്ല് ആരുരുട്ടി മാറ്റും. എൻ്റെ ഈ കല്ല് ആരുരുട്ടി മാറ്റും. നീ ഫേസ് ചെയ്യുന്ന ഈ വലിയ കല്ല് ആരുരുട്ടി മാറ്റും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് വാക്കാലം പറയുന്നു, നീ ചെല്ലുമ്പോൾ കല്ല് ഉരുണ്ട് മാറിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ജയം. വലിയ ഭാരമുള്ള കല്ലുമായി ചില വന്നിട്ടുണ്ടെന്ന്. സ്തോത്രം. ദൈവം പറയുന്നു, നീ ടെൻഷൻ അടിക്കണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. വേറെ വേദബാധ കാണുന്നുണ്ട്, കല്ലുരുട്ടി മാറ്റിയിട്ട് കല്ലിൻ്റെ മേളിൽ ഒരു ദൂതൻ കയറിയിരിക്കുന്നു. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കല്ലും മാറിയത് മാത്രമല്ല, അതിൻ്റെ മണ്ടയ്ക്ക് ദൂതനും ഇരിപ്പുണ്ട്. രക്തം ജയമെടുക്കട്ടെ. ഈ ആഴ്ച നീ അത് കാണാൻ പോകുകയാ. ഈ ആഴ്ച നീ അത് കാണും.
ആരോടൊക്കെ ഇന്ന് ദൈവം സംസാരിക്കുക. നീ ഏത് വിഷയത്തിൽ ടെൻഷനോട് വന്നിട്ടുണ്ടോ ആ കല്ല് ഉരുണ്ട് മാറും. ഇവര് 4 സ്ത്രീകൾ നോക്കിയാൽ തള്ളി മാറ്റാൻ ഒക്കുന്നൊരു കല്ലല്ലത്. അത് പീലാത്തോസും ഹേരോദാവും കൂടെ തള്ളി വെച്ച കല്ല. രാഷ്ട്രീയ സാമൂഹിക മതശക്തികൾ ഒരിക്കലും പൊങ്ങാതിരിക്കാൻ ഉരുട്ടി വെച്ച കല്ല. ദൈവത്തിന്റെ ഉയർപ്പിനെ തടയാൻ വെച്ച കല്ല. പീലാത്തോസെ, നിനക്കറിയാമോ അകത്തിരിക്കുന്ന ആരാണെന്ന്? ഹേരോദാവെ, നിനക്കറിയാമോ അകത്തിരിക്കുന്ന ആരാണെന്ന്? ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഈ അഖിലാണ്ട ഘടകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തന ദൈവത്തിന്റെ ഓമന പുത്രനാണ് ഈ കല്ലറയ്ക്കകത്തിരിക്കുന്നത്. സർവത്തെ ഒറ്റ വാക്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ മുഴുവൻ ഉണ്ടാക്കി എടുത്ത സർവശക്തനായ ദൈവത്തിന്റെ ഓമന പുത്രനാണ് ഈ കല്ലറയ്ക്കകത്തിരിക്കുന്നത്. ബൈബിളിൽ എനിക്കിഷ്ടമുള്ള വേറൊരു ഭാഗമുണ്ട്. കല്ലുമായി ബന്ധപ്പെട്ട് കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്നു. കല്ല് ഉരുണ്ടു മാറുന്നത് മാത്രമല്ല, കൈ തൊടാതെ പറഞ്ഞു വരും. നീ പേടിക്കുന്നതിനെ ഇടിച്ച് നിരപ്പാക്കാൻ എവിടെ നിന്നോ കൈ തൊടാതൊരു കല്ല്. ആ കല്ലിൻ്റെ അറ്റത്ത് നീ കാണുമ്പോൾ കൈ തൊട്ടില്ലെങ്കിലും സർവശക്തന്റെ കൈ അതിൻ്റെ പുറകെ ഉണ്ട്. കൈ തൊടാത്ത കല്ലല്ല, സർവശക്തൻ പിടിച്ചിരിക്കുന്നൊരു കൈയാണ്. കൈ അടിച്ച് സ്തോത്രം പറഞ്ഞു. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിച്ച് കൈ തൊടാത്തൊരു കല്ലായി നിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ അതിനെ തകർത്തു ഉടച്ചു മാറ്റാൻ അധികാരമുള്ള ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് മകൾ ഈ ആരാധന ആലയത്തിൽ നിന്റെ കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, ശരീരത്തിന് നേരെ ഉന്നം വെച്ച വൈരി ഉന്നം വെച്ച വൈരീൻ കണ്ണിൽ മുമ്പിൽ പതറാതെ കയ്യൊന്ന് ഉയർത്തി പിടിച്ച്. ഉന്നം വെച്ച വൈരീ കണ്ണിൽ മുമ്പിൽ പതറാതെ കൺമണി പോ കാക്കും കരങ്ങളാ നിന്റെ മൂടി നടച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളാ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. സ്തോത്രം പറയാമോ? ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഉന്നം വെച്ച വൈരിയുടെ നടുവിൽ, നിന്നെ തറക്കാൻ നോക്കുന്ന വൈരിയുടെ നടുവിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ നിന്റെ ജയത്തിൻ്റെ പകലാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നീ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ആ കല്ലവിടെ കാണത്തില്ല. സ്തോത്രം 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 സ്തോത്രം. ആ കല്ലവിടെ കാണത്തില്ല. ദൈവം അതിന്മേൽ ജയം തരും. ആ കല്ലിന്റെ മുകളിൽ ദൂതൻ ഇരിക്കുന്ന നീ കാണും. കല്ലുരുണ്ടി മാറിയിരിക്കുന്ന കണ്ടപ്പോൾ അവൾ ഒറ്റ ഓട്ടം ഓടി.
ഓടി പത്രോസിൻ്റെയും യേശു ഏറ്റവും സ്നേഹിച്ച മറ്റേ ശിഷ്യൻ എന്ന് പറയുന്ന യോഹന്നാനാണ്. അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, കല്ലറ തുറന്നിട്ടുണ്ട്, കല്ല് മാറിയിട്ടുണ്ട്. ആമേൻ. അവൻ അവിടെ ഇല്ല. പത്രോസേ, നീ അല്ലായിരുന്നു രാവിലെ പോയി അവിടെ നോക്കേണ്ടത്? നീ അവിടെ പോയി വട്ടം നിൽക്കേണ്ടതല്ലായിരുന്നു? നീ വരയ്ക്കകത്തിരുന്ന് പോയല്ലോ പത്രോസേ. നീ എത്ര നന്മ അനുഭവിച്ചതാ. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷം ആദ്യം കേൾക്കേണ്ടത് കാണേണ്ടത് നീ അല്ലായിരുന്നു? യോഹന്നാനെ അവസരം വരുമ്പോൾ നീയല്ലേ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നത്? യേശു ശിഷ്യന്മാരോട് സ്നേഹിച്ച ശിഷ്യൻ പേര് കിട്ടിയത് നിനക്കല്ലേ? യേശു നിന്നെയല്ലേ കൂടുതൽ കരുതിയത്? എന്തേ നീ ഞായറാഴ്ച രാവിലെ കല്ലറ അവിടെ നിന്ന് പോകാഞ്ഞത്? ഒറ്റ വാക്കേ ഉള്ളൂ, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. വെട്ടിക്കൊണ്ട് കിട്ടിയാൽ അനുഭവിക്കാം, നൂല് കെട്ടിത്തൂക്കി ഇറക്കിയാൽ ഞാൻ സ്വീകരിക്കാം. വാതുറക്കത്തില്ല, കൈയടിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, സമയത്ത് യോഗത്തിന് പോകത്തില്ല, ബാക്കി എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യും. ദൈവത്തിൻ്റെ കാര്യം മാത്രം അലക്ഷ്യമാക്കും. സ്തോത്രം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ബൈബിളിൽ എനിക്ക് ഭയപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. യഹോവയുടെ കാര്യം ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നിന്റെ പല ശാപങ്ങളും മാറാത്ത എന്നാന്നറിയാമോ? ആത്മീയ കാര്യത്തിൽ നീ കാണിക്കുന്ന ഉപേക്ഷയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ആത്മീയ കാര്യത്തിൽ പഞ്ച്വലായ കുടുംബങ്ങളെ നിങ്ങൾ എണ്ണി നോക്ക്. അവരുടെ കാര്യം ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ കാര്യം നീ ഉഴപ്പിയാൽ നിന്റെ കാര്യം ദൈവം ഉഴപ്പും. ദൈവത്തിൻ്റെ കാര്യം നീ നേരെ നിന്നാൽ നിന്റെ കാര്യം ദൈവം നേരെ നിൽക്കും. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം സംസാരിക്കുക. വന്നു, പോയാ പോയി, പാടിയാ പാടി, പാടിയില്ലേ പാടിയില്ല, സ്തോത്രാച്ച ഇട്ടാൽ ഇട്ടു, ഇട്ടില്ലേ ഇട്ടില്ല, കൈയടിച്ചാൽ കൈയടിച്ചു, കൈയടിച്ചില്ലേ കൈയടിച്ചില്ല. എനിക്കെന്നാ, എല്ലാവരും ഉണ്ടല്ലോ. ഞാനും പോയി ഇരുന്ന് പാസ്റ്റർ നോക്കുമ്പോൾ ഞാനും വന്നിട്ടുണ്ട്. കുഞ്ഞെ, എന്നെ കാണിക്കാൻ ആരും ഇവിടെ വരണ്ട. ഞാനുമായിട്ടല്ല ബന്ധം. ഞാനല്ല നിങ്ങൾക്ക് രക്തം തന്നത്. രക്തം തന്ന സർവശക്തനായ കർത്താവാണ്. അവനുമായി നിങ്ങൾക്ക് ബന്ധമുള്ളത്. സ്വർഗത്തിന് മണിമകുടമായ സർവശക്തനായ ദൈവം അവസാന തുള്ളി ചോര വരെയും ഊറ്റി തന്നത് നിന്നെ വിടുവിക്കാനാ, നിന്റെ പാപത്തെ വിടുവിക്കുവാനാ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാനാ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കാനാ. അവനുമായ കാര്യം. ഏഴ് 50 ഇവിടെ പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങും. ആമേൻ. 8:45 9 മണിയാകുമ്പോൾ ആടി വരിക ആരാധനയ്ക്ക്. ഇവിടെ ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കൾ. ഇവിടെ അങ്ങനെ ഹാജർ ബുക്കൊന്നുമില്ല. നിങ്ങൾ എപ്പം വരുന്ന ടൈം ഹോസ്പിറ്റലാണെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ പഞ്ച് ചെയ്തേ കയറാനൊക്കത്തുള്ളൂ. ഈയിടെ നമ്മുടെ 2 കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനത്തിൽ ചെന്നു. 1 മിനിറ്റ് തെറ്റിയുള്ളൂ. ബോർഡ് എക്സാം എഴുതിച്ചില്ല. 1 മിനിറ്റേ തെറ്റിയുള്ളൂ. 8:30 എന്നുള്ളതിന് 8:30 8:31 വാതിൽക്ക ചെന്ന് മുട്ടി ക്ലോസ് ചെയ്തു. ബോർഡ് എക്സാമാ. സെമസ്റ്റർ പഠിച്ചിട്ട് എന്നാ നോ എന്ന് പറഞ്ഞു. വേണേ വീണ്ടും എഴുതിക്കോളാൻ പറഞ്ഞു. ഇവിടെ ആര് പഞ്ച് ചെയ്യാനാ? ആര് നോക്കാനാ? ആരറിയാനാ? ആരോട് കണക്ക് ബോധിപ്പിക്കാനാ? ആരോടും കണക്ക് ബോധിപ്പിക്കണ്ട. പക്ഷെ സ്വർഗത്തിൽ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ട്. അവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. നിന്റെ താല്പര്യം, നിന്റെ ആഗ്രഹം, യേശുമായിട്ടുള്ള ബന്ധം അവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. പത്രോസേ, നീ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തി. യോഹന്നാനെ, നീ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തി. 2 സ്ത്രീകൾ വന്ന് പറഞ്ഞ് കേൾക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ. ഈ വചനം വായിച്ചപ്പോൾ എനിക്കതാണ് തോന്നിയത്. ഇത്രയും പുരുഷന്മാരുണ്ടായിട്ടും ചില സ്ത്രീകൾ വന്ന് പറഞ്ഞ് കേൾക്കേണ്ട ഗതികേട് ഇവർക്ക് വന്നല്ലോ. സുഹൃത്തുക്കളെ, നമുക്കങ്ങനെ വരരുത്. നമ്മൾ ആത്മീയ കാര്യത്തിൽ മുമ്പിൽ നിന്നാൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ സ്ത്രീകൾ ചെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യോഹന്നാനെ കൊണ്ട് ഉണർവുണ്ടായി. അയ്യോ, എന്നാ ഉണർവാ! സഹോദരിമാർ വന്നപ്പോൾ ഉണർവുണ്ടായി. അയ്യോ, എന്താ മത്സരിച്ച് ഷൈനി വിൽസനും PT ഉഷയും കൂടെ ഓടുന്ന പോലെ 2 പേരും കൂടെ ഓടിയത്. പത്രോസ് ഓടി, യോഹന്നാനും ഓടി. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ അറിയാമോ? മറ്റേ ശിഷ്യൻ ആദ്യം
കല്ലറയ്ക്ക് ചെന്നു. ആ ഓട്ടം ഒന്ന് കാണേണ്ട ഓട്ടമാ. വലിയൊരു എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഓട്ടമാ. ഒരു ഉപാസപ്രദം നടക്കുമ്പോൾ ഒരു ഓട്ടമാ. വെള്ളിയാഴ്ച പ്രാർത്ഥന വരുമ്പോൾ ഒരു ഓട്ടമുണ്ട്. ശരി, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ഓട്ടമുണ്ട്. പക്ഷെ പിന്നെ എല്ലാം ഓട്ടം തകർന്നു തീർന്നു. ആമേൻ. ആയുസ് മുഴുവൻ ഒരുപോലെ ഓടുന്നവനാണ് യഥാർത്ഥ ആത്മീകൻ. ഉറക്കെ സ്തോത്രം പറഞ്ഞോട്ടെ. അവരോടി ആമേൻ. മറ്റേ ശിഷ്യൻ ഓടിച്ചെന്ന് അകത്ത് കയറി, കല്ലറയ്ക്കകത്ത് കയറി നോക്കിയപ്പോൾ യേശു അവിടെ ഇല്ല. ആമേ. തുണികൾ റൂമാൽ 2 സൈഡിലായി ചുറ്റി വെച്ചിരിക്കുന്നതായി കണ്ടു. സ്തോത്രം. കണ്ടു കഴിഞ്ഞിട്ട് അല്പം വട്ടം നിന്നേച്ച് ഇവരങ്ങ് തിരിച്ചുപോയി. വീണ്ടും പെരയ്ക്കകത്ത് നിന്ന് കയറി അവർ തിരിച്ചുപോയി. അവർ ബൈബിളിലേക്ക് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പത്രോസേ, നീ അവിടെ നിൽക്കേണ്ടതല്ലായിരുന്നു? നീ അവിടെ ഇന്ന് സെർച്ച് ചെയ്യേണ്ടതല്ലായിരുന്നു? യേശു ഈ ഭാഗത്ത് അവിടെ നിൽപ്പുണ്ടോന്ന്? ഡെഡ് ബോഡി ആണെങ്കിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് നീ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ? മറിയ വന്ന് പറഞ്ഞല്ലോ. നീ കേട്ടിട്ട് കണ്ടിട്ട് നീ തിരിച്ചു പോയല്ലോ. വളരെ മോശമായിപ്പോയി. വീണ്ടും അവർ വീട്ടിൽ പോയി. പക്ഷേ മറിയ പോയില്ല. അവളെ കല്ലറയുടെ ചുറ്റും നിന്ന് കറങ്ങുക. അവളെ ഇറങ്ങിയ ലക്ഷ്യത്തിൽ യേശുവിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. എത്ര തടസ്സം വന്നാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. അവളെ വീണ്ടും കല്ലറയ്ക്കകത്തേക്ക് കയറിയപ്പോൾ അവൾ കാണുന്നു. നോക്കണേ, മറിയയുടെ അന്നത്തെ ആ രാവിലത്തെ അവിടെ ആ സ്പിരിച്വാലിറ്റി മേപ്പോട്ട് ഉയരുന്ന കണ്ടോണം. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇരുട്ടായിരുന്നു, അതിനെ അതിജീവിച്ചു. കല്ലാർ ഉരുട്ടി മാറ്റുമെന്ന് വിചാരിച്ചു. ആ കല്ല് അവിടെ ചെന്നപ്പോൾ ഉരുണ്ടുമാറി അവൾ കണ്ട കാര്യം ശിഷ്യന്മാരെ ചെന്നവൾ ഓടിച്ചെന്ന് അറിയിച്ചു. 3-ാമത്തെ സ്റ്റെപ്പ്. 4-ാമത്തെ സ്റ്റെപ്പ് ശിഷ്യന്മാർ തിരിച്ചു. 2 ആണുങ്ങളെ ഉള്ളൂ. അവരുടെ കൂടെ നിന്ന മറിയയ്ക്കും കൂട്ടർക്കും ഒരു താങ്ങല്ലായിരുന്നു. 2 ആണുങ്ങൾ ആ ഇരുട്ടുള്ള സന്ദർഭത്തിൽ രാവിലെ അവിടെ നിന്നാൽ പട്ടാളക്കാരൊക്കെ വന്നാൽ 2 വാക്ക് പറയാൻ 2 ആണുങ്ങൾ കൂടെ നിന്നാൽ ഒരു ധൈര്യമല്ലേ. പക്ഷെ അവർ വന്നിട്ട് തിരിച്ചു പോയി. പക്ഷെ അവൾ പോയില്ല. അവളവിടെ നിന്ന് കറങ്ങിയാണ്. അവൾക്ക് മനസ്സിലായി, ഞാൻ യേശുവിനും കൊണ്ടേ പോകത്തുള്ളൂ. അവളെ കല്ലറയ്ക്കകത്തേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ടൊരു വലിയ ദർശനം. ശ്രദ്ധിച്ച് കേൾക്കണേ. ആ കല്ലറയുടെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും 2 ദൂതന്മാരിയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, സ്നേഹം കൂടിക്കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ ദർശനം കൂടിക്കൂടി വരിക. ഇന്ന് വരെ കാണാത്ത ചില കാഴ്ചകൾ അവൾ കാണുകയാണ്. പത്രോസ് യോഹന്നാന് കാണേണ്ട കാഴ്ചയാ ദൈവം അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല മനസ്സിലാകുന്നുണ്ടോ? നീ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ അവിടെ നിന്ന് പോരാടുമ്പോൾ നിന്നെ കാണിക്കത്തക്ക വേണം ദൈവത്തിന്റെ അത്ഭുതത്തിന് കരം ദൈവം നിൽക്കുകയാണ്. ആമേൻ. ദൂതന സ്ത്രീകളോടെ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ദൂതൻ്റെ സാന്നിധ്യം ഒരു ലെവലോട് ഉയരുകയാണ്. ഇന്ന് പരിശുദ്ധന്മാർ പറയുന്നു, ചിലരെ ലെവലുകൾ മാറാൻ പോകുകയാണ്. ആത്മീകത്തിൻ്റെ ലെവലുകൾ. നമുക്ക് ഭൗതികത്തെ ലെവൽ മാറാനാണ്. 2 മുറിയുണ്ട്, 3 മുറിയാക്കണം. 5 ലക്ഷം രൂപയുടെ വണ്ടിയുണ്ട്, 7 ലക്ഷം രൂപയുടെ വണ്ടി മേടിക്കും. ലെവൽ മാറ്റണം. പിള്ളേരെ ഇവിടുന്ന് അങ്ങോട്ട് വിടണം, ഇങ്ങോട്ട് വിടണം. അതിനൊന്നും എതിരല്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ പുറകെ പോയിട്ട് ആത്മീയ ലെവൽ ഡൗൺ ആകല്ലേ. നിൻ്റെ ആത്മീക ലെവൽ ക്ലിയർ ആണെങ്കിൽ ഭൗതികം അതിൻ്റെ മേൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കയറും. അതല്ല, പരീക്ഷ നോക്കിക്കോ. എവിടെയെങ്കിലും പാളിച്ചു വരുമ്പോൾ ഓർത്തോണം, എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പാളിച്ച് വന്നിട്ടുണ്ടോ? അത് ക്ലിയർ ചെയ്യുമ്പോൾ നന്മയുടെ വഴികൾ ദൈവം തുറക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ആമേൻ. കല്ലറയുടെ വാതിക്കൽ മറിയ അടുത്ത ലെവലിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് 2 ദൂതന്മാരുടെ ദർശനം അവൾക്കുണ്ടായത്. ഈ ദൂതന്മാരുടെ ദർശനം കഴിഞ്ഞപ്പോൾ
അടുത്ത സ്റ്റെപ്പ് ഇവൾ കാണുന്നത് ഒരു പുരുഷൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൾ വിചാരിച്ചു ഇത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു, തോട്ടക്കാരനാണെന്ന്. ഉടനെ അവൾ ആ മനുഷ്യൻ്റെ ആൾക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, യേശുവിനെ എവിടെ വെച്ചെന്ന് പറഞ്ഞ് ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം, ഡെഡ് ബോഡി കൊണ്ടുപോയിക്കോളാമെന്ന്. ആംബുലൻസുകാർ വരുന്ന പോലെ പറഞ്ഞിരിക്കുക, ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന്. ഞാൻ ഏറ്റുന്നേ. ഞാൻ ഇന്നലെ ഈ ദിവസം വചനം ധ്യാനിച്ചപ്പോൾ എത്രമാത്രം സ്നേഹം, എത്രമാത്രം ആർത്തി അവൾക്ക് യേശുവുമായിട്ടുണ്ടായിരുന്നു. മരിച്ച ശവത്തെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരാവേശം. പ്രിയമുള്ളവരെ, ഞാൻ കാല് പിടിച്ച് പറയാം, ഈസിയായിട്ട് ക്രിസ്തീയ ജീവിതമാണെങ്കിൽ നിനക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അകത്തുനിന്നൊരു സ്നേഹം ഇന്ന് പകൽക്കാലം നിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിൻ്റെ അടുക്കൽ യേശു വരും. തോട്ടക്കാരനല്ല വന്നത്. ഉറക്കെ സ്തോത്രം പറഞ്ഞ് ആരാ വന്നേ? യേശുവാണ്. അതെങ്ങനെ മനസ്സിലായി? ആ യേശു അവളെ വിളിക്കുകയാണ്, മറിയേ മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വിളിക്കുന്നു, റബൂനി. ആ ശബ്ദം കേട്ട് പരിചയമുള്ള ശബ്ദം. അർദ്ധരാത്രി നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയൊന്നുണ്ട് ഡാഡി എന്ന് വിളിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ലേ? ദീർഘവർഷങ്ങൾ കേട്ട ഇമ്പമുള്ള ശബ്ദം അവൾ ഒരിക്കൽ കൂടെ കേട്ടു. മരിക്കുന്നതിന് മുമ്പ് കേട്ട ശബ്ദമല്ല, മരിച്ച ശേഷം കേട്ട ശബ്ദം. ഇന്ന് പൽക്കാലം വളരെ സ്നേഹത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് വരെ കേൾക്കാത്തൊരു ഇമ്പ ശബ്ദം നീ കേൾക്കാൻ പോകുകയാണ്. ഇന്ന് വരെ അറിയാത്തൊരു ആത്മീയ അനുഭവം നീ അറിയാൻ പോകുകയാണ്. നാൽപ്പത് വർഷം അറിയാത്തൊരു അത്ഭുതം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് വരെ നീ കേട്ട ശബ്ദമല്ല, ഇന്ന് പകൽ നിന്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന് ശബ്ദമുണ്ട്. സ്തോത്രം. എല്ലാം കൈയടിച്ചൊരു സ്തോത്രമായി ഇന്ന് പകൽക്കാലം ആ ശബ്ദമൊന്ന് വ്യാപരിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. Glory to God. Glory to God. സുവിശേഷം ആദ്യം ഏൽപ്പിക്കുന്നത് മറിയയാണ്. ദൈവം പറയുകയാണ്, നീ പോയി മറ്റുള്ളവരെ ഈ വിവരം എന്ത് ചെയ്യണം? അറിയിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കി, പത്രോസ് യോഹന്നാൻ കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അവർ തിരിച്ചോടി പരിക്കകത്ത് കയറി. ദൈവം നമ്മളോട് ഇടപെടുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ സമയം നീ അവിടെ കാണണം. നിന്നോട് ദൈവത്തിൽ ഇടപെടാനുണ്ട്. പെട്ടകത്തോട് ചേർന്നിരിക്കുന്ന ശൗമ്പലിനോട് ദൈവത്തിൽ സംസാരിക്കാനുണ്ട്. എലിപ്പുരുവൻ അവിടെ ഉണ്ട്. എലിപ്പുരുവൻ മക്കളെ മകളുവനും കില്ലിയോനും എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ദൈവത്തിന് ഇടപെടാനായിട്ട് അവിടെ ദൈവത്തിന് ശബ്ദമുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ചിലർ ഇനത്തിരിപ്പുണ്ട്. സ്തോത്രം. അവരത് ആരോടും പറയുന്നില്ല, പബ്ലിസിറ്റി ചെയ്യുന്നില്ല. പക്ഷേ അവർക്കറിയാം ഞാൻ ദൈവശബ്ദം കേൾക്കുകയായിരുന്നെന്ന്. അത് കേട്ടോണ്ടല്ലേ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ സ്തോത്രം പറയുന്നത്? അതുകൊണ്ട് നിന്റെ മുഖം വാടാതിരിക്കുന്നത്? ഓ, നീ ഇട്ട പൗഡറല്ല നിന്റെ മുഖത്തിൻ്റെ ശോഭ വർദ്ധിപ്പിച്ചത്, ആ ദൈവശബ്ദമാണ്. ആമേ, തല മുതൽ പാദം വരെ കാട്ടുവള്ളി കൊണ്ട് കെട്ടിയ പോലെ നിന്നെ കെട്ടി ഒതുക്കാൻ നാളുകളായി ദുഷ്ടപിശാച് ബന്ധിച്ചപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ നീ കേട്ട ശബ്ദമല്ലേ അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ ദൈവം നിന്നെ സഹായിച്ചത്? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇതൊരു പ്രസംഗമല്ല. റിബല റൗഡ ജലാദല. ഓ, ദൈവത്തിൻ്റെ കൃപ 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 കൃപ. ചന്ദ്രക്കനെ മേശക്കനെ അഭേദർക്കുവിനെ ആമേൻ ബന്ധിച്ച് തീയിലിട്ടു. തീയുടെ മണം പോലും ഏശി ഇല്ലെങ്കിലും ബാബേലുകാർ കെട്ടിയതായ കെട്ട് ദൈവം കരിച്ചു കളഞ്ഞു.
നിന്നെ ആര് എവിടെ കെട്ടിയാലും ഇന്ന് പറഞ്ഞ ആത്മാൽ പ്രവേശിച്ചു പറയുന്നു, ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് കരിഞ്ഞു പോകും, അത് കരിഞ്ഞു പോകും. ആമേൻ. ഞാൻ പ്രവേശിച്ചു പറയാം, അത് കരിഞ്ഞു പോകും. വിശ്വസിക്ക്, അത് കരിഞ്ഞു പോകും. ആത്മാവിൽ ഞാൻ പ്രവേശിച്ചു പറയാ, കരിഞ്ഞു പോകും, കരിഞ്ഞു പോകും, കരിഞ്ഞു പോകും. എല്ലാം ശരിക്കും കൈയിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ചിലരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. നീ ഇതുവരെ ഉണ്ടാക്കിയ സകല നന്മകളും ഒരു ചെറിയ രോഗത്തിൻ്റെ പേരിൽ ചോർത്തിക്കളഞ്ഞ് നിന്നെ വട്ടപ്പുജിമാക്കി മാറ്റാൻ തക്കം പാർത്ത് നിൽക്കുന്ന ചില പൈശാചി മേഖലകളുണ്ട്. ആത്മാവിൽ ദൂത് പറയുക, കയ്യിൽ നിന്ന് പോയിട്ട് പോയല്ലോ എന്ന് പറയാനല്ല. ഇന്ന് നീ ആ ദർശനം കണ്ടിട്ടേ പോകാവൂ. ഞാൻ എന്നെ തിരിച്ചു പിടിക്കും. എൻ്റെ നന്മ എനിക്കുള്ളതാണ്. ശത്രു അപകരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ദുഷ്ടപിശാച് എൻ്റെ ദേഹത്തെ കത്തിവെക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അമ്മ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കത്തില്ല. ഓ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച, എൻ്റെ ചെവിയുടെ കേൾവി, അവൻ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. മാറാ രോഗിയാക്കി, തീരാ രോഗിയാക്കി എന്നെ ഒതുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദീപലബൗഡ കമ്പലബൗഡി ജാലക്കാല റപ്പപ്പാറ കമ്പലബൗഡി ജാലബലക്ഷ സത്തലതാല കമ്പലബൗഡി. മറ്റൊരു ശിഷ്യന്മാർക്കും കിട്ടാത്തൊരു ഭാഗ്യപദവി മറിയയ്ക്ക് കിട്ടി. യേശുവിനെ ഉയർപ്പിന് ശേഷം ആദ്യം കാണാൻ ഭാഗ്യമുണ്ടായി. നീ റിസ്ക് എടുത്താൽ, നീ ആഗ്രഹിച്ചാൽ നിനക്കത് സംഭവിക്കും. ആദ്യം സുവിശേഷം പറയാൻ ദൈവം ഏൽപ്പിച്ചത് മറിയയുടെ കയ്യിലാണ്. സ്ത്രീകളെയാണ് ഏൽപ്പിച്ചത്. എന്താ കാര്യം? പുരുഷന്മാരില്ലാഞ്ഞിട്ടാണോ? ഉണ്ടായിരുന്നു, പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. നീ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ മറ്റുള്ളവർ അതിശയം കൂറുന്ന ശുശ്രൂഷ നിന്നെ ദൈവം ഏൽപ്പിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില ഭൂതങ്ങൾ അലറി ഓടും. നീ നടന്നു പോകുമ്പോൾ കെട്ടുപൊട്ടും. ഞാൻ നടന്നു പോയിട്ടാണോ എന്ന് നീ പോലും അതിശയം കൂറുമാറാൻ. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം പൈശാചിക മേഖലകളെ തകർക്കും. പ്രവചനാത്മാവിനാൽ നിന്റെ നാവിനെ ദൈവം നിറയ്ക്കും. സ്തോത്രം. നീ കൈ ചൂണ്ടിയാൽ വിടുതലുണ്ടാകും. നീ നോക്കിയാൽ വിടുതലുണ്ടാകും. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നീ പ്രസ്താവിക്കും. നിന്റെ വീട്ടിൽ ആളുകൾ കെട്ടിക്കയറും. നിന്റെ വീടിൻ്റെ മുമ്പിൽ വണ്ടികൾ വന്ന് ക്യൂ ആയി കിടക്കും നീ പ്രാർത്ഥിക്കാനായിട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് വരെ നീ അറിയപ്പെടുന്ന മേഖല മാറിയിട്ട് നിന്റെ മണ്ഡലങ്ങൾ മാറും. നിന്നെ ദൈവം ഉപയോഗിക്കും. ശ്രദ്ധിച്ചോട്ടാണ് ഞാൻ പറയാൻ വന്ന പ്രസംഗമല്ല, ദൂത പറയുന്നത്. നീ മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ലോ മോഷൻ വിശ്വാസിയായിട്ടിരിക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. നിന്നെ കൊണ്ട് ചിലത് ദൈവത്തിൽ ചെയ്യിക്കാനുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിക്കാനുണ്ട്. ആരെല്ലാം തടസ്സം നിന്നാലും
വീടിന്റെ അകത്തൊന്നും നാട്ടുകാർ എതിരിയെന്നാലും നിന്നെ കൊണ്ട് ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ട് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ദൈവം മാറ്റത്തുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ചിലക്ക് പിടികിട്ടുന്നില്ലല്ലേ? ഒരു ഉറക്കം തൂങ്ങി പ്രാർത്ഥനയും ഒരു കുരിശ് വരെയുമായിട്ട് തീർക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തെ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ശക്തി നീ ഇന്ന് വരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നീ കല്ലിനെ നോക്കി ഭാരപ്പെടുക. കല്ല് മാറി, ടെൻഷൻ വേണ്ട. കല്ല് മാറി, ഇനി ടെൻഷൻ വേണ്ട. നീ ഒന്നും ചെയ്യണ്ട, കല്ല് മാറിപ്പോയി. നീ ഇറങ്ങിയപ്പോഴേ കല്ല് മാറി. നീ ഇറങ്ങിയപ്പോഴേ കല്ല് മാറി. റബല റബല റൗഡ ജലദ റപ്പല റമ്പല ബൗഡ ബലക്ഷസ് റീബൽ കലദ റപ്പപ്പാറ റമ്പല ബൗഡ ബലക്ഷസ്. അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ, ചില പോരുകൾ അഴിയട്ടെ. ഓ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉദരത്തിന്മേൽ പോരാടുന്ന, ഉദരത്തിന്മേൽ പോരാടുന്ന, ആമേൻ ആമേൻ, ശരീരത്തെ ബന്ധിച്ച് കടക്കണം കടക്കണം കടക്കണമെന്ന് വാദിക്കുന്ന ചില മേഖലകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറി. ദൈവശക്തി വ്യാപരിക്കട്ടെ. കല്ലു മാറിയത് മാത്രം കണ്ട് തൃപ്തിപ്പെട്ടു പോയപ്പോൾ മറിയയുടെ മണ്ഡലങ്ങൾ മാറുന്നു. കല്ലു മാറിയത് മാത്രമല്ല, തുറന്ന കല്ലറ മാത്രമല്ല, മാറിക്കിടക്കുന്ന ശീലകൾ മാത്രമല്ല, അകത്ത് ദൂതന്മാരെയും കണ്ടു. കല്ലിൻ്റെ മേളിൽ ദൂതനെ കണ്ടു. കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുക, തീർന്നില്ല. യേശുവിനെയും കണ്ടു. ദൂതനെ മാത്രം കണ്ടിട്ട് പോയില്ല, യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടത് മാത്രമല്ല, സുവിശേഷം പ്രാപിച്ചെടുത്തു, സുവിശേഷം റിസീവ് ചെയ്തു. ലോകത്തോട് ആദ്യം സുവിശേഷം പറഞ്ഞ ഏക വനിത മറിയ. ലോകത്തോട് സുവിശേഷം ആദ്യം പറഞ്ഞത് പത്രോസല്ല, യോഹന്നാനല്ല, യാക്കോബല്ല, അന്ത്രയോസല്ല, ഒരു പാവം പിടിച്ച മറിയ. അഡ്രസ് ഇല്ലാത്തവൾ, ഭൂതം ബാധിച്ചവൾ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്, നിന്റെ ബാക്ക് ഹിസ്റ്ററി നോക്കി, നിന്റെ ബാക്ക് ഹിസ്റ്ററി നോക്കി നിന്നെ നാട്ടുകാരെ വിലയിരുത്തുമ്പോൾ നിന്റെ ബാക്ക് ഹിസ്റ്ററി മുഴുവൻ ദൈവം വായിച്ചു കളയുക. നീ ആരായിരുന്നു, നീ എന്തായിരുന്നു, നീ ഏതായിരുന്നു ദൈവത്തിന് അറിയണ്ട. ദൈവത്തിന് ഇപ്പൊ നീ ആരായിരിക്കുന്നു, ഇപ്പൊ നീ ആരായിരിക്കുന്നു. ഇപ്പൊ നീ നേരെ നിന്നാൽ ഇന്ന് വരെ നീ ചിന്തിക്കാത്ത, ആരും ഇതുവരെ ചെയ്യാത്ത ഒരു അഭിഷേക ശുശ്രൂഷ നിന്നിൽ കൂടെ ഈ തലമുറയിൽ ദൈവം ചെയ്യും. ഓ റബ റബല റൗഡ ജല. ഓ അമ്മേ, ശരീരത്തിൽ അല്പമായ ബലഹീനതയില്ലായിരുന്നെങ്കിൽ ഞാൻ തുള്ളിച്ചാടിയേനെ. അത്രമാത്രം അഭിഷേകം വ്യാപരിക്കുക. ഒറ്റ വാക്കി പറയാം, ഇന്ന് വരെ ചെയ്തതെല്ലാം അങ്ങ് മറക്ക്. ഇന്ന് വരെ നീ വന്നതെല്ലാം അങ്ങ് മറക്ക്. ഒരു പുതിയ പാക്കേജ് നിന്റെ കയ്യിൽ ദൈവം തരിക. നിന്റെ നാടിനെ ഇളക്കി മറിക്കുന്ന പത്രങ്ങളിൽ അഭിഷേകത്തിന് ദൂത് വരത്തക്കവണ്ണം, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവല്ല പോസിറ്റീവായിട്ടുള്ള ദൂതുകൾ വരത്തക്കോണം. ഞാൻ തന്നെ ആണോന്ന് നീ തന്നെ അതിശയം കൂറുമാറ്.
നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം ഈ ആഴ്ചയിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. റബല റൗഡബല ഷസി. 28-ാം അധ്യായത്തിൻ്റെ മത്തായി 28-ന്റെ 6-ാം വാക്യത്തിൽ മഹത്തായ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മഹത്തായ 4 സ്റ്റേറ്റ്മെന്റ് അതിൽ പറഞ്ഞ് നിർത്തുകയാണ്. 26 വായിച്ചപ്പോൾ 28 മത്തായി 28-6. അവൻ ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ബാക്കി സമയമില്ല, ഞാൻ തന്നെ പറയാം. 4 മഹത്തായ സ്റ്റേറ്റ്മെന്റ്. 1, അവൻ ഇവിടെ ഇല്ല. നേരത്തെ അവൻ ഇവിടെ ഉണ്ടായിരുന്നു. 3 ദിവസം അവനിവിടെ ഉണ്ടായിരുന്നു. റോമാ ഗവൺമെൻറ് സീല് വെച്ചു, പട്ടാളക്കാരെ കാവൽ നിർത്തി, പൊങ്ങാതിരിക്കാൻ അവരെല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, അവൻ ഇവിടെയില്ല. അത് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആമേൻ. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് ദൈവം പറയുന്നു, അവൻ ഇവിടെയില്ല. നിന്നെ ഒതുക്കിയെന്ന് പറഞ്ഞിടത്ത് ദൈവം പറയുന്നു, അവൻ ഇവിടെയില്ല. നിന്നെ ഒതുക്കിയിടത്തുനിന്ന് അവരാരും കാണാതെ നിന്നെ പുറത്തെടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ മതശക്തികളെ വെല്ലുവിളിച്ച് യേശു പുറത്തു വന്നു. നിന്നെ ഒതുക്കുന്ന ശക്തിയുടെ മേൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ജയം. 2ാമത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അന്ന് വരെ സംഭവിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റാണ്. മരിച്ചവരിൽ നിന്ന് യേശു എന്ത് ചെയ്തു? ഉയർത്തത്. മഹത്വപരമായ സ്റ്റേറ്റ്മെന്റ്. 3ാമത്, മഹത്വകരമായ ഉറപ്പ്. അവൻ പറഞ്ഞതുപോലെ നിവർത്തിക്കും. കേട്ടോ, അവൻ പറഞ്ഞതുപോലെ നിവർത്തിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഞാനും പറയുന്നു, നിങ്ങളോട് പറയുന്നു, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുപോലെ അവൻ നിവർത്തിച്ചിരിക്കും. ദൈവം കള്ളം പറയത്തില്ല, നോണ പറയത്തില്ല. ഊവ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ഉറക്കൊരു സ്തോത്രം പറഞ്ഞാട്ടെ. 4ാമത്തെ മഹത്വകരമായ ആഹ്വാനം, വന്നു കാണുക. വന്നു കാണുക. അത്ഭുതങ്ങളെ വിളിച്ചു കാണിക്കുന്ന ഒരു മഹത്വകരമായ ശുശ്രൂഷ ദൈവം നമ്മളെ ഏൽപ്പിക്കും. സമയം തിരികെയാണ്. സ്തോത്രം. ഈ പശ്ചാത്തലത്തിൽ അവിടെ 3 സ്ഥലങ്ങളുടെ പേര് വളരെ പ്രത്യേകതയുള്ളതാണ്. ഞാൻ പെട്ടെന്ന് ഒഴിവാക്കി. 1, ഗദസമന. 3 സ്ഥലങ്ങളുടെ പ്രത്യേകത. 1, ഗദസമന, പ്രാണവേദനയുടെ സ്ഥലമാണ്. പ്രാണവേദന സ്ഥലമാണ് ഗദസമന. 2, ഗോൽഗോഥ. ആമേൻ. ആമേൻ. പാപത്തിന് വേണ്ടി കഷ്ടം സഹിച്ച സ്ഥലം ഗോൽഗോഥ. അവന് കിടന്ന സ്ഥലം, മരണത്തിന്മേൽ വിജയം വരിച്ച സ്ഥലം. എല്ലാ വിശ്വാസ ജീവിതത്തിലും ഈ 3 സ്ഥലങ്ങളുണ്ട്. 1, ഗദസമന. എന്താണ്? പ്രാണവേദനയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ അനുഭവം. 2ാമത്തേത് ഗോൽഗോഥയാണ്. ആമേൻ. പാപത്തിന് വേണ്ടി പിടഞ്ഞ് മരിച്ച സ്ഥലം. എല്ലാവരുടെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ട്. 3ാമത്, അവനെ കിടന്ന സ്ഥലം. നിന്നെ ഇതെല്ലാം ചെയ്ത് ഒതുക്കി വെച്ചാലും ഒരു 3ാം ദിവസം ഉണ്ട്. ഒരു കാര്യം കൂടി പറയാൻ നിർത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ. 1ാം ദിവസമുണ്ടെങ്കിൽ, 2ാം ദിവസമുണ്ടെങ്കിൽ ഒരു 3ാം ദിവസമുണ്ട്. ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു ഉയർപ്പ് തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവനെ കടന്ന സ്ഥലം കാണത്തക്കവണ്ണം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകൽ എനിക്കിനി പ്രസംഗിക്കാൻ ആമേനുള്ള സമയം തീരുകയാണ്. ഞാനിവിടെ നിർത്തുകയാണ്. ഈ ആഴ്ച ജയത്തിൻ്റെ ആഴ്ചയാണ്, വിടുതലിൻ്റെ ആഴ്ചയാണ്, അത്ഭുതത്തിൻ്റെ ആഴ്ചയാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ആഴ്ചയാണ്. കാണാത്ത ചിലതും കേൾക്കാത്ത ചിലതും നിന്റെ ചെവിയിലും മുഴങ്ങാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് അല്പസമയം സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും കണ്ണുകളടച്ച് ദിവദാസന്മാർ ചേർന്ന് വന്നാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ചേർന്ന് നിന്ന് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ചേർന്ന് വന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണടച്ചാട്ടെ.
ശബ്ദം ഉയർത്തി സ്തോത്രം പറഞ്ഞ് തുടങ്ങിക്കോ. 3-4 മിനിറ്റ് സ്തോത്രം പറയണം. കഴിഞ്ഞ ആഴ്ചകളൊക്കെ സ്തോത്രം പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് വിടുതലുണ്ടായി. ഇതൊരു ചടങ്ങല്ല, 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 ചടങ്ങല്ല. ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. റബല റൗഡ